ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. നോക്കാം ഉച്ചവരെയുള്ള പ്രധാന വാർത്തകൾ. ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ച് ഭാരതം. ജമ്മുകശ്മീർ പരാമർശങ്ങൾ അപലപനീയം. അധിനിവേശ പ്രദേശങ്ങൾ ഉടൻ ഒഴിയണമെന്നും താക്കീത്. ഹമാസ് ഭീകരർക്കായി കോഴിക്കോട്ട് പ്രാർത്ഥനാ സംഗമം. അണിനിരന്ന ലീഗും വിവിധ മുസ്ലിം സംഘടനകളും. കൊല്ലപ്പെട്ട ഹമാസ് തലവൻ യഹ്യ സിൻവാറിനായി പ്രത്യേക പ്രാർത്ഥന. പരക്കെ പ്രതിഷേധം. BJP നേതാക്കളെ കാണാൻ രാജീവ് ചന്ദ്രശേഖർ. സംസ്ഥാന കമ്മിറ്റിയും കൗൺസിലും പുനഃസംഘടിപ്പിക്കും. പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചേക്കും. മോർച്ചകൾക്ക് പുതിയ നേതൃത്വം വരും. മുസ്ലിം സംവരണം ഉറപ്പാക്കാൻ ഭരണഘടന ഭേദഗതി ചെയ്യുമെന്ന് DK ശിവകുമാർ. കോൺഗ്രസിന്റെ രഹസ്യ അജണ്ട പുറത്തുവന്നുവെന്ന് BJP. പ്രീണനവുമായി വീണ്ടും സ്റ്റാലിൻ. വേണ്ടിവന്നാൽ വഖഫ് ഭേദഗതി ബില്ലിനെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യും. പ്രഖ്യാപനം DMK ഒരുക്കിയ ഇഫ്താർ വിരുന്നിൽ. പൊതുസ്ഥലങ്ങളിലെ പ്രചാരണ ബോർഡുകൾക്ക് ഹൈക്കോടതി ഏർപ്പെടുത്തിയ വിലക്ക് മറികടക്കാൻ ചട്ടഭേദഗതിക്ക് നീക്കം. നിയമനിർമ്മാണം സെക്രട്ടേറിയറ്റിലും ക്ഷേത്രങ്ങളിലും സ്ഥാപിച്ച ബോർഡുകൾ ഹൈക്കോടതി ഇടപെട്ട് നീക്കിയ പശ്ചാത്തലത്തിൽ നിയമവിരുദ്ധമല്ലാത്ത സാമഗ്രികൾ ഉപയോഗിച്ച് പ്രചരണം നടത്താമെന്ന് മന്ത്രി MP രാജേഷ്. സംസ്ഥാനമാകെ ലഹരി സംഘങ്ങളുടെ ഗുണ്ടാവിളയാട്ടം. മലപ്പുറം എടപ്പാളിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു. വൈപ്പിനിൽ വിൽപ്പന പോലീസിനെ അറിയിച്ച അച്ഛനും മകൾക്കും നേരെ ആക്രമണം. തിരുവനന്തപുരത്ത് ഉപയോഗം വിലക്കിയ അമ്മയ്ക്ക് മർദ്ദനം. കോഴിക്കോട്ട് 6 കിലോ കഞ്ചാവുമായി ഡീലർമാർ പിടിയിൽ. IV ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ ദുരൂഹതയെന്ന് കുടുംബം. കൃത്യമായ അന്വേഷണം വേണമെന്ന ആവശ്യം. മേഘ ട്രെയിനിന് മുന്നിലേക്ക് എടുത്തു ചാടിയെന്ന് ലോക്കോ പൈലറ്റ്. സൈബർ സെൽ സഹായം തേടി പോലീസ്. ഫോൺ കോൾ വിവരങ്ങളും ഡാറ്റയും പരിശോധിക്കും. ഏഷ്യാകപ്പ് ഫുട്ബോൾ യോഗ്യത നേടാൻ ഇന്ത്യ. ബംഗ്ലാദേശ് എതിരാളികൾ. IPL-ൽ ഗുജറാത്ത് പഞ്ചാബ് പോരാട്ടം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. ഐക്യരാഷ്ട്രസഭയിൽ വീണ്ടും പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ച് ഭാരതത്തിന്റെ സ്ഥിരം പ്രതിനിധി പർവതനേനി ഹരീഷ്. ജമ്മുകശ്മീരിനെ കുറിച്ചുള്ള പാകിസ്ഥാന്റെ പരാമർശങ്ങളിൽ അപലപിച്ച അദ്ദേഹം ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമായി ജമ്മുകശ്മീർ എക്കാലവും ഉണ്ടാകുമെന്ന് കൂട്ടിച്ചേർത്തു. ജമ്മുകശ്മീരിന്റെ ഒരു ഭാഗം പാകിസ്ഥാൻ നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയിട്ടുണ്ടെന്നും ആ പ്രദേശം വിട്ടു പോകണമെന്നും ഹരീഷ് താക്കീത് നൽകി. ആഗോളവേദികളിൽ ഭാരതത്തിന്റെ പരമാധികാരം ചോദ്യം ചെയ്യപ്പെടാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. India is compelled to note that the delegate of Pakistan has yet again resorted to unwarranted remarks on the Indian Union territory of Jammu and Kashmir. Such repeated references neither validate their illegal claims nor justify their state-sponsored cross-border terrorism. Jammu and Kashmir was, is, and will always be an integral part of India. Pakistan continues to illegally occupy the territory of Jammu and Kashmir, which it must vacate. We would advise Pakistan not to try to divert the attention of this forum. ഹമാസ് ഭീകരർക്കായി പ്രാർത്ഥനാ സംഗമം നടത്തി വിവിധ മുസ്ലിം സംഘടനകൾ. കോഴിക്കോട് ബീച്ചിൽ നടന്ന പരിപാടിയിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സംഘടനയിലെ നേതാക്കൾ പങ്കെടുത്തു. കൊല്ലപ്പെട്ട ഹമാസ് തലവൻ യഹ്യ സിൻവാറിനും ഇസ്മയിൽ ഹനിയയ്ക്കും വേണ്ടി പ്രത്യേക പ്രാർത്ഥനയും നടന്നു. അല്ലാഹു അക്ബർ വിളിച്ചും സ്ത്രീകളെ ബലാത്സംഗം ചെയ്തും കുഞ്ഞുങ്ങളെ കഴുത്തറത്തുകൊന്നും അവരുടെ മൃതദേഹത്തോടു പോലും അനാദരവ് കാണിച്ച ഹമാസ് തീവ്രവാദികളെയാണ് കോഴിക്കോട് നടന്ന സോളിഡാരിറ്റി മൂവ്മെന്റിലെ നേതാക്കൾ പോരാളികളെന്ന് വിശേഷിപ്പിച്ചത്. പലസ്തീനിൽ ഹമാസ് നടത്തുന്നത് സ്വാതന്ത്ര്യസമര പോരാട്ടമാണെന്നും മരിച്ചു വീഴുന്നവർ രക്തസാക്ഷികളാണെന്നുമാണ് സോളിഡാരിറ്റിയുടെ വാദം. ഇന്ത്യയിലും സ്വാതന്ത്ര്യസമരം നടന്നിട്ടില്ലേ എന്നാണ് നേതാക്കളുടെ ചോദ്യം. നിങ്ങൾ ഹമാസിനെ പിന്തുണക്കുന്നവരില്ല, തിരിച്ച് നമ്മൾ അവരോട് ചോദിക്കുന്നത് എന്താ കുഴപ്പം? ഹമാസ് ഒരു സ്വാതന്ത്ര്യ സമര പോരാട്ട സംഘടനയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതിൻ്റെ നേതാക്കന്മാർ കൊല്ലപ്പെട്ടവർ ഷഹീദാണ്, രക്തസാക്ഷികളാണ്.
എന്താ കുഴപ്പം? നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യ സമര പോരാട്ടം നടന്നിട്ടില്ല. എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ട്? മാത്രമല്ല, ഇസ്രയേൽ വധിച്ച ഹമാസ് തീവ്രവാദികളായ യഹ്യ സിൻവാറിനും ഇസ്മയിൽ ഹനീക്കും വേണ്ടി പ്രത്യേക പ്രാർത്ഥനയും നടന്നിരുന്നു. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കളും പ്രാർത്ഥനാ സംഗമത്തിൽ എത്തിയിരുന്നു. കോൺഗ്രസ് നേതാക്കൾക്കും പരിപാടിയിലേക്ക് ക്ഷണമുണ്ടായിരുന്നു. ഹമാസ് തീവ്രവാദികളെ പുകഴ്ത്തിയും അവർക്ക് വീരപരിവേഷം നൽകാനുമാണ് പ്രാർത്ഥനാ സംഗമം നടത്തിയതെന്ന ആരോപണവും ഉയരുകയാണ്. ഹമാസ് തീവ്രവാദികളെ പിന്തുണയ്ക്കാൻ ഒരു വലിയ സമൂഹം തയ്യാറാണെന്നത് ആശങ്കയുണ്ടാക്കുന്നതാണെന്നും ചിലർ പറയുന്നു. ജനം, കോഴിക്കോട്. പൊതുസ്ഥലങ്ങളിലെ പ്രചാരണ ബോർഡുകൾക്ക് ഹൈക്കോടതി ഏർപ്പെടുത്തിയ വിലക്ക് മറികടന്ന് ചട്ടഭേദഗതിക്ക് സർക്കാർ ഒരുങ്ങുന്നു. ഹൈക്കോടതി വിധിയുടെ അന്തസത്ത കൂടി ഉൾക്കൊണ്ട് നിയമഭേദഗതി പരിഗണനയിലാണെന്ന് മന്ത്രി MP രാജേഷ് നിയമസഭയിൽ പറഞ്ഞു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇടത് സംഘടന ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചതിൽ ഉൾപ്പെടെ കോടതിയിൽ നിന്ന് സർക്കാർ രൂക്ഷ വിമർശനം ഏറ്റുവാങ്ങിയതിന് പിന്നാലെയാണ് നീക്കം. CPM-ഉം സർക്കാരും പൊതുയിടങ്ങളിലെ പ്രചരണ പരിപാടികളിൽ ഹൈക്കോടതി വിധിയുടെ ചൂടേറ്റുവാങ്ങിയതിന് പിന്നാലെയാണ് സർക്കാർ മുൻകൈയെടുത്തുകൊണ്ട് ചട്ടം ഭേദഗതി വരുത്തുന്നത്. പ്രചരണ ബോർഡുകൾ സ്ഥാപിക്കുന്നതടക്കമുള്ള ജനാധിപത്യ ആവശ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് നിയമനിർമ്മാണം നടത്തണമെന്ന ഭരണനിരയിൽ നിന്നും EK വിജയന്റെ ശ്രദ്ധ ക്ഷണിക്കൽ. കോടതി വിധിയുടെ അന്തസത്ത ഉൾക്കൊണ്ട് ഭേദഗതി കൊണ്ടുവരുമെന്നും അത് ബന്ധപ്പെട്ട വകുപ്പുകളുടെ പരിഗണനയിലാണെന്നും മന്ത്രി MP രാജേഷ് സഭയിൽ വ്യക്തമാക്കി. നിയമവിരുദ്ധമായിട്ടുള്ള സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രചരണം നമുക്ക് അനുവദിക്കാനാവില്ല. നിരോധിതമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, എന്നാൽ അല്ലാത്തവ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള പ്രചരണവും ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഇപ്പോൾ തീർച്ചയായിട്ടും കോടതി വിധിയുടെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ടുള്ള ചില നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട്. ആദ്യ ഓർഡിനൻസ് ഇറക്കി അടുത്ത സഭാ സമ്മേളനത്തിൽ ബില്ല് പാസാക്കാനാണ് സർക്കാരിന്റെ ആലോചന. ജനം, തിരുവനന്തപുരം. വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിന്റെ പേരിൽ ജപ്തി ചെയ്യില്ലെന്ന മുഖ്യമന്ത്രിയുടെ വാക്കിൽ നിയമസഭയിൽ കൃത്യമായി ഉറപ്പ് നൽകാതെ മന്ത്രി VN വാസവൻ. മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് ശേഷവും സംസ്ഥാനത്ത് സഹകരണ ബാങ്കുകൾ ഉൾപ്പെടെ വ്യാപകമായ ജപ്തി നടപടികളുമായി മുന്നോട്ട് പോകുന്നതിനിടെയാണ് മന്ത്രിയുടെ മറുപടി. ലോൺ തിരിച്ചടവ് മുടങ്ങിയവർക്ക് നോട്ടീസ് നൽകുന്നത് സ്വാഭാവിക നടപടി മാത്രമാണെന്നാണ് മന്ത്രിയുടെ വ്യാഖ്യാനം. 3 സെന്റിൽ താഴെയുള്ള വീടുകൾക്ക് ജപ്തി നടപടി ഇല്ലെന്നതാണ് സർക്കാരിന്റെ പ്രഖ്യാപിത നിലപാട്. എന്നാൽ സർഫറാസി നിയമപ്രകാരം പ്രവർത്തിക്കുന്ന കേരള ബാങ്കിന് ഇത് ബാധകമല്ല എന്നായിരുന്നു ചോദ്യോത്തരവേളയിൽ മന്ത്രിയുടെ മറുപടി. ഇപ്പോൾ ഈ കാര്യത്തിൽ ഗവൺമെൻറ് പ്രഖ്യാപിച്ച നയത്തിൽ വ്യത്യസ്തമായി നടക്കുന്ന സർഫാസി ആക്ട് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഇപ്പോൾ ബാങ്കിംഗ് റെഗുലേഷൻ ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന കേരള ബാങ്കും അതുപോലെ തന്നെ അർബൻ ബാങ്കുകളുമാണ്. പ്രാഥമിക സംഘത്തിൽ ഗവൺമെൻറ് പ്രഖ്യാപിച്ച നയങ്ങൾക്ക് വിധേയമായിട്ടാണ് പോകുന്നത്. സംസ്ഥാനത്തെ 131 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 77 എണ്ണവും നഷ്ടത്തിലാണെന്ന് CAG റിപ്പോർട്ട്. 18,026.49 കോടി രൂപയാണ് ഇവയുടെ ആകെ നഷ്ടം. ലാഭകരമല്ലാത്തത് അടച്ചുപൂട്ടണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു. KSRTC കണക്കുകൾ നൽകുന്നില്ലെന്നും CAG റിപ്പോർട്ടിൽ പറയുന്നു. ടിൻഡു ദാസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ടിൻഡു, 131 പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അതിൽ 77 എണ്ണവും നഷ്ടത്തിലാണെന്ന് പറയുമ്പോൾ തന്നെ ആ കോടിക്കണക്കിന് കണക്ക് വരുന്നത് പോലും പേടിപ്പിക്കുന്നതാണ്. ആകെ നഷ്ടം അത് പറയുന്നു. ഒപ്പം തന്നെ ഈ CAG റിപ്പോർട്ടിൽ KMML നടക്കുന്ന ക്രമക്കേടുകളെ കുറിച്ചുകൂടി വ്യക്തമാക്കുകയും ചെയ്യുന്നു. വിവരങ്ങൾ എന്തൊക്കെയാണ്? സ്ഥാപനങ്ങളിലെ ധനവിനിയോഗവും അതുമായി ബന്ധപ്പെട്ട കണക്കുകളാണ് CAG റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ ഗുരുതരമായിട്ടുള്ള കണക്കുകളാണ് പുറത്തു വരുന്നത്. സംസ്ഥാനത്തെ 131 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 77 പൊതുമേഖലാ സ്ഥാപനങ്ങളും നഷ്ടത്തിലെന്നാണ് CAG റിപ്പോർട്ടിൽ പറയുന്നത്. അതുപോലെ ഇവയുടെ ആകെ നഷ്ടം 18,026.49 കോടി രൂപയാണ്. അതോടൊപ്പം തന്നെ 58 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 58 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലാണെന്ന് പറയുമ്പോഴും 77ഓളം പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലും അതിലിരട്ടി തുകയിൽ കോടി ആകെ നഷ്ടമാണെന്നും വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലാഭകരമല്ലാത്തത് അടച്ചു പൂട്ടണമെന്നാണ് CAG ശുപാർശ ചെയ്തത്. 18 പൊതുമേഖലാ സ്ഥാപനങ്ങൾ 1986 മുതൽ അടച്ചുപൂട്ടലിന്റെ വിവിധ ഘട്ടങ്ങളിലാണ്. KSRTC വ്യക്തമായ കണക്കുകൾ ഇതുവരെ CAG റിപ്പോർട്ട് നൽകിയിട്ടില്ല. 2016 ശേഷം KSRTC ഓഡിറ്റ് രേഖകൾ നൽകിയിട്ടില്ല എന്നും CAG റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. KSRTC സംബന്ധിച്ചിടത്തോളം പക്ഷേ സംസ്ഥാന സർക്കാരിനെയൊക്കെ താങ്ങി നിർത്താൻ കഴിയുന്ന ഒരു
പൊതുമേഖലാ സ്ഥാപനമാണ് KSRTC. KSRTCയിൽ വരുന്ന പല വിവാദങ്ങളും അല്ലെങ്കിൽ KSRTCയിൽ വരുന്ന പല ധനവിനിയോഗവുമായി ബന്ധപ്പെട്ട് വരുന്ന പല വിവാദങ്ങളിലും ഇതുവരെയായിട്ട് മറുപടി നൽകാനോ അതിൽ വ്യക്തമായ കണക്കുകൾ നൽകാനോ തയ്യാറായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കോവിഡ് കാലത്തെ ധനസഹായ വിതരണമാണ്. 2020-21 കാലഘട്ടങ്ങളിൽ കോവിഡ് കാലത്ത് ധനസഹായം നൽകിയിരുന്നു. അതിൽ പല ജില്ലകളിലും ഇപ്പോഴും അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നുണ്ട്. അതിൽ പല ജില്ലകളിലും ഇപ്പോഴും തുക വിനിയോഗിക്കാതെയുണ്ട്. മലപ്പുറം, കോഴിക്കോട് ജില്ലകൾ, മലപ്പുറം ജില്ലയിൽ 1.56 കോടി രൂപ ഇപ്പോഴും വിനിയോഗിക്കാത്തതായിട്ട് കിടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 38 ലക്ഷത്തോളം ധനവിനിയോഗം നടത്താനുള്ള അപേക്ഷകൾ ഇപ്പോഴും ഈ 4-5 വർഷം പിന്നിടുമ്പോഴുമുണ്ട്. അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലയിലാണെങ്കിൽ 3.36 കോടി രൂപയാണ് ഇത്തരത്തിൽ വിനിയോഗിക്കാതെ തന്നെ ഉള്ളത്. ആ തുക എങ്ങോട്ട് പോയെന്നൊരു കണക്കുമില്ല. ആ തുകയുടെ ഇപ്പോഴും ലക്ഷക്കണക്കിന് രൂപ ലഭിക്കേണ്ട ഉപഭോക്താക്കൾ ഇപ്പോഴും ആ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് കണക്കുകൾ വരുന്നുണ്ട്. പല അക്കൗണ്ടുകളിലേക്കും തുക പോയിട്ടുള്ളത് ഒന്നിലധികം തവണ പല അക്കൗണ്ടുകളിലേക്കും ആവർത്തിച്ച് തുക പോയിട്ടുണ്ട്. അത്തരത്തിലുള്ള കണക്കുകളും പുറത്തു വരുന്നുണ്ട്. പിന്നീടുള്ളത് രൂക്ഷ ധനപ്രതിസന്ധി കാരണം ക്ഷേമ പദ്ധതികൾ മുടങ്ങിക്കിടക്കുന്നതാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ, സ്കോളർഷിപ്പ് അടക്കമുള്ള ആനുകൂല്യങ്ങളിൽ വൻ കുടിശ്ശിക സർക്കാർ നൽകാനുണ്ട്. പ്രസവ ആനുകൂല്യങ്ങൾ, രോഗബാധിതർക്കുള്ള ആനുകൂല്യങ്ങൾ, അതിദാരിദ്ര്യർക്കുള്ള ആനുകൂല്യങ്ങൾ തുടങ്ങിയ ധനസഹായങ്ങൾ പാടെ മുടങ്ങിക്കിടക്കുകയാണ്. പിന്നീട് വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം KMLൽ ക്രമക്കേടുണ്ടായത്. അസംസ്കൃത വസ്തുക്കൾ വാങ്ങുന്നതിൽ മാനദണ്ഡങ്ങൾ പാലിച്ചല്ല എന്നാണ് CAG റിപ്പോർട്ട് കണ്ടെത്തിയിട്ടുള്ളത്. യോഗ്യതയില്ലാത്തവർ കരാർ നൽകി ടെൻഡർ വിളിക്കാതെ വാങ്ങിയതിൽ നഷ്ടമുണ്ടായി. 23.17 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. പൊതു ടെൻഡർ വിളിക്കണമെന്നും CAG റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നുണ്ട്. അപ്പോൾ സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ടായ നഷ്ടത്തിന്റെ കണക്കുകൾ, സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലല്ല പ്രവർത്തിക്കുന്നത്, അവയുടെ വരുമാനത്തിലുണ്ടാകുന്ന കുറവ് തുടങ്ങിയവയൊക്കെയാണ് ഈ CAG റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നത്. പിന്നീട് വാട്ടർ അതോറിറ്റി തുടങ്ങിയ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ വരുന്നുണ്ട്. അതിലൊക്കെ വലിയ നഷ്ടവും വ്യക്തമായിട്ടുള്ള കണക്കില്ലായ്മ, സോഫ്റ്റ്വെയറുകൾ അപ്ഡേറ്റ് ചെയ്തിട്ട് പോലും ഇപ്പോഴും മാനുവലായിട്ട് പല ധനവിനിയോഗങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളാണ് CAG റിപ്പോർട്ടിൽ പറയുന്നത്. അതേസമയം ഇന്ന് സഭയിൽ നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സ്വകാര്യ സർവകലാശാല ബില്ല് പാസ്സാക്കിയതുമായി ബന്ധപ്പെട്ടാണ്. ടിൻഡു, അതിന്റെ വിവരങ്ങൾ കൂടി. സ്വകാര്യ സർവകലാശാല ബില്ല് സഭ പാസാക്കിയിരിക്കുകയാണ്. 64 വകുപ്പുകൾ കൂടിയിട്ടുള്ള ബില്ലാണ് ഇന്ന് സഭ പാസാക്കിയത്. ഇന്നലെ സഭ പാസാക്കേണ്ടിയിരുന്ന ബില്ലാണ് 17-ാം വകുപ്പിൽ പകുതി വെച്ച് നിർത്തി ഇന്ന് കാര്യക്രമത്തിൽ അത് ഉൾപ്പെടുത്തി സഭ ഈ ബില്ല് പാസാക്കുന്നത്. ഭേദഗതി ശബ്ദ വോട്ടുകളോടുകൂടിയാണ് സഭ ബില്ല് പാസാക്കുന്നത്. പ്രതിപക്ഷത്തിൽ 2 MLA-മാർ നേരത്തെ ഈ ബില്ലിൽ വിയോജനക്കുറിപ്പ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA, TV ഇബ്രഹാം തുടങ്ങിയ MLA-മാരാണ് ഈ ബില്ലിൽ വിയോജനക്കുറിപ്പ് അറിയിച്ചിട്ടുള്ളത്. സഭയിൽ വ്യത്യസ്തമായ ബില്ലിനോട് VD സതീശന്റെ ഭാഗത്തിൽ, പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നും ബില്ലിനെ അനുകൂലിക്കുന്നില്ല എങ്കിലും, തത്വത്തിൽ അനുകൂലിക്കുന്നില്ല എങ്കിലും, പക്ഷേ ബില്ലിന്റെ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ബില്ല് കൊണ്ടുവന്ന രീതിയിലൊക്കെ എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് VD സതീശൻ സഭയിൽ പറഞ്ഞത്. ഇന്നലെ ഈ ബില്ലുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ച സഭയിൽ നടന്നിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 10 ഏക്കർ പുരയിടവും 25 ലക്ഷം രൂപ ഡെപ്പോസിറ്റും ഉണ്ടെങ്കിൽ ഈ ആർക്കും സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപിക്കാമെന്നും OBC, SC, ST വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിൽ ആനുകൂല്യങ്ങൾ ലഭിക്കേണ്ട വിദ്യാർത്ഥികൾക്ക് ആനുകൂല്യങ്ങൾ നൽകേണ്ട മാനദണ്ഡങ്ങൾ എങ്ങനെയാണെന്ന് പോലും ഇല്ലാതെയാണ് സ്വകാര്യ സർവകലാശാലകൾ സംസ്ഥാനത്ത് വരുന്നതെന്നൊക്കെ ആയിരുന്നു ഇന്നലെ ഈ സഭയിലുണ്ടായ ചർച്ച. പക്ഷേ ഈ VD സതീശൻ ഇന്ന് പ്രതിപക്ഷ നേതാവ് സഭയിൽ ഇങ്ങനെയാണ് പറഞ്ഞത്. സ്വകാര്യ സർവകലാശാല ബില്ലിൽ ആശങ്കയുണ്ട്. ബില്ലിനെ തത്വത്തിൽ എതിർക്കില്ല എങ്കിലും പൊതുമേഖലയിലെ സർവകലാശാലകൾക്ക് മുൻഗണന നൽകണം, ഏത് കോർപ്പറേറ്റുകൾക്കും സർവകലാശാല തുടങ്ങാനുള്ള ഒരു നയത്തിലേക്ക് പോകരുതെന്നാണ് ഇന്നലെ ഈ ആർ ബിന്ദു, അതായത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, ഈ ബില്ല് അവതരിപ്പിക്കുന്ന സമയത്തും ഇത്തരത്തിൽ തന്നെയാണ് പറഞ്ഞത്. അതായത് സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപിക്കുന്നത് പൊതു സർവകലാശാലകളുടെ ഗുണമേന്മ നിലനിർത്തിക്കൊണ്ടായിരിക്കും ഈ സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപിക്കുന്നത്. പക്ഷേ ഇത്തരത്തിൽ കോർപ്പറേറ്റുകളെ വരാൻ അനുവദിക്കില്ല. പ്രതിപക്ഷ നേതാവ് ഇന്ന് അതേ സാധനം ആവർത്തിച്ചു, അല്ലെങ്കിൽ അതേ വാക്കുകൾ ആവർത്തിച്ചു. പക്ഷേ സഭയിൽ വ്യത്യസ്തമായൊരു അഭിപ്രായം കൊണ്ടുവന്നത് KK രമയായിരുന്നു. KK രമയൊക്കെ പാർലമെന്ററി കാര്യത്തിലൊന്നും ഉൾപ്പെടുന്നേ ഇല്ല എങ്കിലും ബില്ലിനെ വളരെ പ്രത്യക്ഷത്തിൽ തന്നെ ബില്ലിനെ
എതിർക്കുന്നു എന്നൊരു അഭിപ്രായം കെ രമ ഉയർത്തിയിരുന്നു. അപ്പോൾ എന്തായാലും എതിർപ്പുകളൊക്കെ വന്നിട്ടും സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടിട്ടും ഇന്ന് സഭ ആ ബില്ല് പാസ്സാക്കിയിരിക്കുന്നു. 64 വകുപ്പുകളുള്ള ബില്ല് കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കാൻ സാധിച്ചില്ലെങ്കിലും ഇന്ന് പൂർണ്ണമായും ഭേദഗതിയിലെ ശബ്ദ വോട്ടുകളോട് കൂടിയിട്ടാണ് സഭയിൽ ബില്ല് പാസ്സാക്കിയത്. വീണ. ഓക്കെ, ശരി ടിനു. സംസ്ഥാനത്ത് സഹകരണ ബാങ്കുകളിൽ നിക്ഷേപ സമാഹരണ യജ്ഞം മാർച്ച് 5 മുതൽ ഏപ്രിൽ 3 വരെയാണ് നിക്ഷേപ സമാഹരണ യജ്ഞം നടക്കുന്നത്. പുതിയ പലിശ നിരക്കിലായിരിക്കും ഈ കാലയളവിൽ നിക്ഷേപം സ്വീകരിക്കുന്നത്. 1 വർഷം മുതൽ 2 വർഷം വരെ 8.50%, 2 വർഷത്തിൽ കൂടുതലുള്ള നിക്ഷേപങ്ങൾക്ക് 8.75%, പലിശ നിരക്ക്. മുതിർന്ന പൗരന്മാരുടെ സ്ഥിതി നിക്ഷേപങ്ങൾക്ക് 50% പലിശ കൂടുതൽ ലഭിക്കും. തൃശൂർ പൂരം കലക്കൽ അന്വേഷണ സംഘത്തിന് മുൻപാകെ മൊഴി നൽകുമെന്ന് മന്ത്രി കെ രാജൻ. MR അജിത് കുമാറിന്റെ വീഴ്ചയെക്കുറിച്ച് DGP നടത്തുന്ന അന്വേഷണത്തിന്റെ ഭാഗമായാണ് മൊഴിയെടുപ്പ്. ഉദ്യോഗസ്ഥർ സമയം തേടിയിട്ടുണ്ട്. നിയമസഭാ സമ്മേളനം കഴിഞ്ഞ് മൊഴി നൽകുമെന്നും മന്ത്രി പ്രതികരിച്ചു. തൃശൂർ പൂരം കലക്കൽ വിവാദത്തിൽ റവന്യൂ മന്ത്രി കെ രാജൻ മൊഴി നൽകും. പോലീസ് ഉദ്യോഗസ്ഥർ മൊഴിയെടുക്കുന്നതിനായി സമയം തേടിയിട്ടുണ്ട്. നിയമസഭാ സമ്മേളനം കഴിഞ്ഞ് മൊഴി നൽകുമെന്ന് മന്ത്രി കെ രാജൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അല്ല, പൂരവുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ. പൂരവുമായി ബന്ധപ്പെട്ട കാര്യം ആവശ്യപ്പെട്ടാൽ പിന്നെ മൊഴി രേഖപ്പെടുത്താനുള്ള അവസരം കൊടുക്കും. അത് അന്വേഷണ ഏജൻസിക്ക് ആരെയും മൊഴി രേഖപ്പെടുത്താൻ അവസരം ഉണ്ടാകും. നിയമസഭയുടെ തിരക്ക് നടക്കുന്നതുകൊണ്ട് അവർ വന്നിരുന്നു, നമുക്കൊരു സമയം കണ്ടെത്താൻ പറ്റിയിട്ടില്ല. കണ്ടെത്തിയാൽ അത് കൊടുക്കും. അതിന് വേറെ പ്രയാസമുള്ള കാര്യമൊന്നുമില്ല. അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ച് 5 മാസം പിന്നിടുമ്പോഴാണ് മന്ത്രിയുടെ മൊഴി രേഖപ്പെടുത്തുന്നത്. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സമയത്ത് മന്ത്രി സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. ഇതുകൂടി കൂട്ടിച്ചേർത്താണ് മന്ത്രിയുടെ മൊഴിയെടുപ്പിലേക്ക് കാര്യങ്ങളെത്തിയത്. തൃശൂർ പൂരം കലക്കിയതിൽ പോലീസിന് വീഴ്ചയുണ്ടായെന്ന് നേരത്തെ തന്നെ മന്ത്രി കെ രാജൻ വിമർശനം ഉന്നയിച്ചിരുന്നു. VS സുനിൽകുമാർ അന്വേഷണത്തിൽ നേരത്തെ തന്നെ മൊഴിയും നൽകി. പൂരം അലങ്കോലപ്പെടുത്തിയതിൽ MR അജിത് കുമാറിന്റെ വീഴ്ച സംബന്ധിച്ച വിഷയമാണ് പോലീസ് അന്വേഷിക്കുന്നത്. തൃശൂർ പൂരത്തിലുണ്ടായ വീഴ്ച ക്രമസമാധാന വിഷയത്തിലായിരുന്നില്ലെന്നും ഉദ്യോഗസ്ഥ ഏകോപനത്തിലാണെന്നും പറഞ്ഞുള്ള അന്വേഷണം പോലീസ് തന്നെ നടത്തുന്നതിലും വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ജനം, തിരുവനന്തപുരം. ജലവിഭവ വകുപ്പിന് കീഴിലെ ഡാമുകൾക്ക് സമീപം ബഫർ സോൺ ഏർപ്പെടുത്താനുള്ള ഉത്തരവ് പിൻവലിച്ചു. നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിനിടെയാണ് ഉത്തരവ് പിൻവലിക്കാനുള്ള തീരുമാനം മന്ത്രി പ്രഖ്യാപിച്ചത്. അടിയന്തര പ്രമേയത്തെ തുടർന്ന് സർക്കാർ ഉത്തരവ് റദ്ദാക്കുന്നത് സഭാ ചരിത്രത്തിലെ അപൂർവ തീരുമാനമാണ്. അണക്കെട്ടുകളുടെ പരമാവധി ജലനിരപ്പിൽ നിന്നും കരയുടെ ഭാഗത്തേക്കുള്ള 200 മീറ്റർ ബഫർ സോൺ. നിലവിൽ ഇതിന് പുറത്തെ 100 മീറ്റർ ചുറ്റളവിൽ നിർമ്മാണ പ്രവർത്തനത്തിന് ജലവിഭവ വകുപ്പിന്റെ NOC നിർബന്ധമാണ്. വിവാദ ഉത്തരവിൽ വലയുന്ന 100 കണക്കിന് മനുഷ്യരുടെ ജീവിത പ്രശ്നമാണ് സഭയിലെത്തിയത്. അണക്കെട്ടുകളുടെ സംരക്ഷണം ഉറപ്പാക്കണമെന്നും ഉത്തരവിൽ ആശങ്കയോ ആശയക്കുഴപ്പമോ ഇല്ലെന്നും ആദ്യം മന്ത്രി വാദിച്ചെങ്കിലും പ്രതിപക്ഷവാദം ശരിയെന്ന് പിന്നീട് സമ്മതിച്ചു. എങ്കിൽ പിന്നെ ഉത്തരവ് പിൻവലിക്കണമെന്നായി പ്രതിപക്ഷം. ഒന്ന്, ഞങ്ങളിവിടെ ഉന്നയിച്ച ആവശ്യം 100% ശരിയാണ് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ഗവൺമെന്റും സമ്മതിച്ചു. സമ്മതിച്ചു. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ബിൽഡിംഗ് റൂൾസ് അവിടെ ആപ്ലിക്കബിൾ അല്ലേ? PWD റോഡിന്റെ സൈഡിൽ ഡാമിന്റെ അടുത്താണെങ്കിലും പണിയാൻ പറ്റുമോ? ആ റൂളൊക്കെ എല്ലായിടത്തും ബാധകമാണ്. ഈ ഡാമിന്റെ പരിസരത്ത് വീട് വെക്കുമ്പോൾ ബിൽഡിംഗ് റൂൾസ് ആപ്ലിക്കബിൾ ആണ്. PWD റോഡിന്റെ അടുത്ത് വീട് വെക്കുന്നതൊക്കെ ആപ്ലിക്കബിൾ ആണ്. അതിന്റെ മീതെ നിലവിലുള്ള ബിൽഡിംഗ് റൂൾസിന്റെയും നിലവിലുള്ള PWD റൂളിന്റെയും ഒക്കെ തലയ്ക്ക് മീതെയാണ് പുതിയ ഈ ഓർഡർ വന്നിരിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഇത് നടപ്പാക്കി ഇരിട്ടി ടൗൺ വരെ റെസ്ട്രിക്ഷൻ വരും. ഇരിട്ടി ടൗൺ വരെ ഇതനുസരിച്ച് ഇപ്പോൾ ഉള്ള പ്രോബ്ലം, ഇങ്ങനെ ഒരു ഓർഡർ നിലനിൽക്കുമ്പോൾ, ഞാൻ എൻ്റെ ഒരു പ്രായോഗിക കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കും. ഈ ഓർഡർ നിലനിൽക്കുമ്പോൾ ഇത് ഉദ്യോഗസ്ഥന്മാർ ദുർവ്യാഖ്യാനം ചെയ്യാണ്. ഓരോ ഉറപ്പ് വന്നാൽ മതി, ഈ ഓർഡർ പിൻവലിക്കും എന്നൊരു ഉറപ്പ് വന്നാൽ മതി. ഒടുവിൽ 2024 ഡിസംബർ 26 ഇറക്കിയ ഉത്തരവ് പിൻവലിക്കുകയാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. 12/24 ഇറക്കിയ ഉത്തരവ് ആശങ്കകളും ആശയക്കുഴപ്പവും സൃഷ്ടിക്കുന്നതാണെന്ന് ബോധ്യം വന്ന സ്ഥിതിയിൽ ആ ഉത്തരവ് നടപ്പാക്കിയാല. അതിനനുയോജ്യമായ കാര്യങ്ങൾ കൂടി ആലോചിച്ച് ചെയ്യാം. ഇത് രണ്ടും നേരത്തെ പറഞ്ഞതാണ്. അടിയന്തര പ്രമേയ നോട്ടീസിന്റെ ഉള്ളടക്കം ഉൾക്കൊണ്ട് ഉത്തരവ് തിരുത്തിയ നടപടി പ്രതിപക്ഷം സ്വാഗതം ചെയ്തു. സഭാ നടപടികളോട് പ്രതിപക്ഷം സഹകരിക്കുകയും ചെയ്തു. ജനം, തിരുവനന്തപുരം. പുതിയ സംസ്ഥാന അധ്യക്ഷന് പിന്നാലെ പുതിയ സംസ്ഥാന ഭാരവാഹികളെയും പ്രഖ്യാപിക്കാൻ ഒരുങ്ങി BJP. സംസ്ഥാന സമിതിയും സംസ്ഥാന കൗൺസിലും പുനഃസംഘടിപ്പിക്കും. യുവമോർച്ച അടക്കമുള്ള വിവിധ മോർച്ചകൾക്കും പുതിയ ഭാരവാഹികളെത്തും. ദേശീയ നേതൃത്വത്തിന്റെ അനുമതിയോടെയാകും പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിക്കുക. ചുമതലയേറ്റതിന് പിന്നാലെ തിരക്കിട്ട സംഘടനാ ചർച്ചകളിലേക്ക് കടക്കുകയാണ് BJP സംസ്ഥാന അധ്യക്ഷനും സംഘടനാ നേതൃത്വവും.
പുതിയ അധ്യക്ഷൻ ചുമതലയേറ്റതിനാൽ സംസ്ഥാന സമിതിയും 140 അംഗ സംസ്ഥാന കൗൺസിലും പുനഃസംഘടിപ്പിക്കും. യുവമോർച്ചയടക്കമുള്ള വിവിധ മോർച്ചകൾക്കും പുതിയ ഭാരവാഹികളെ നിയോഗിക്കേണ്ടതുണ്ട്. BJP മോർച്ച സംസ്ഥാന ഭാരവാഹികളെ നിശ്ചയിക്കാൻ പാർട്ടി കോർ കമ്മിറ്റി യോഗങ്ങൾ ചേരും. തുടർന്ന് BJP ദേശീയ നേതൃത്വത്തിന്റെ അനുമതി നേടിയ ശേഷം പുതിയ ഭാരവാഹികളെയും പ്രഖ്യാപിക്കും. കഴിവ് തെളിയിച്ച നേതാക്കൾക്കും യുവാക്കൾക്കും പരിഗണന നൽകിയാകും പുനഃസംഘടന പൂർത്തിയാക്കുക. ജില്ലാ തലങ്ങളിലെ ഭാരവാഹികളെയും അധികം വൈകാതെ പ്രഖ്യാപിക്കും. സംസ്ഥാന അധ്യക്ഷനുമായി ചുമതലയേറ്റെടുത്തതിന് പിന്നാലെ പ്രമുഖരുമായിട്ടുള്ള കൂടിക്കാഴ്ചകളിലേക്ക് കടക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ. വിവിധ മത സാമുദായിക നേതാക്കന്മാരുമായും മുതിർന്ന BJP നേതാക്കളുമായും രാജീവ് ചന്ദ്രശേഖർ കൂടിക്കാഴ്ച നടത്തും. ജനം, തിരുവനന്തപുരം. വഖഫ് നിയമ ഭേദഗതിയും മതസ്വാതന്ത്ര്യവും തമ്മിൽ ബന്ധമില്ലെന്ന് സംയുക്ത പാർലമെന്ററി കമ്മിറ്റി ചെയർമാൻ ജഗദംബിക പാൽ. വഖഫ് ബോർഡ് മതസ്ഥാപനമല്ല. OIC ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. വഖഫ് നിയമ ഭേദഗതി ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങൾ ഇല്ലാതാക്കുന്നതല്ല. മുസ്ലിങ്ങളെയും രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും ജഗദംബിക പാൽ പറഞ്ഞു. हमारी पूरी JPC के मेंबर लगातार उस पर रहे, उस पर विचार कर रहे हैं और हम सब लोग मिल करके हमें उम्मीद है कि एक परस्पर सहमति के साथ एक अच्छी रिपोर्ट हम तैयार। स्पीकर साहब ने बजट सेशन तक बढ़ा दिया गया, लेकिन हम ये रिपोर्ट निश्चित तौर से इसी सेशन में प्रस्तुत करें। आज की जो क्लॉज बाई क्लॉज की बैठक है, अब वो 27 जनवरी को क्लॉज बाई क्लॉज पे होगी। 6 महीने हम सबको सुनते रहे, कोई बचा नहीं। आज मीर वाइज को भी सुन रहे हैं, तो मुझे लगता है इससे डिटेल्ड डिस्कशन कोई JPC ने अभी तक इतिहास नहीं किया होगा। हम करीब 500 पन्ने की रिपोर्ट भी तैयार कर चुके हैं और ये कहना कि साहब विरोध करेंगे या ये कानून पास हो जाएगा तो मस्जिद चली जाएगी, ईदगाह चला जाएगा, कब्रिस्तान, ये अफवाह है। इस कानून को और बेहतर करने के लिए केंद्र सरकार अमेंडमेंट लेकर के आई है, जिस पे हम पूरी JP के साथ डिस्कस करके उस पर हम रिपोर्ट दें। വേണ്ടി വന്നാൽ വഖഫ് ഭേദഗതി ബില്ലിനെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രിയും DMK നേതാവുമായ MK സ്റ്റാലിൻ. DMKയുടെ ന്യൂനപക്ഷ വിഭാഗം സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിലാണ് സ്റ്റാലിന്റെ പ്രഖ്യാപനം. മുസ്ലിം സമുദായവുമായി പാർട്ടിക്കുള്ളത് വൈകാരികമായ അടുപ്പമാണ്. കരുണാനിധി ഉൾപ്പെടെ DMKയുടെ മുൻ നേതാക്കളും ഇതേ രീതിയാണ് സ്വീകരിച്ചതെന്നും സ്റ്റാലിൻ പറഞ്ഞു. DMKയുടെ ന്യൂനപക്ഷ പ്രീണനം അടിവരയിടുന്നതായിരുന്നു സ്റ്റാലിന്റെ വാക്കുകളും. മുസ്ലിം സംവരണത്തിനായി ഭരണഘടനാ ഭേദഗതി ചെയ്യും എന്ന കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിന്റെ പ്രസ്താവനയിൽ പ്രതിഷേധമുയരുന്നു. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച മുസ്ലിം സംവരണത്തെ ന്യായീകരിക്കാനായിരുന്നു ശിവകുമാറിന്റെ വാക്കുകൾ. പ്രതിഷേധമുയർന്നതോടെ പ്രസ്താവന നിഷേധിച്ച് DK ശിവകുമാർ രംഗത്തെത്തി. എന്നാൽ കോൺഗ്രസിന്റെ രഹസ്യ അജണ്ടയാണ് ഇതിലൂടെ പുറത്തു വന്നതെന്നും കോൺഗ്രസും DK ശിവകുമാറും മാപ്പ് പറയണമെന്നും കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. कांग्रेस पार्टी को DK शिव कुमार को माफी मांगना चाहिए. इनका हिडन एजेंडा जो है उन्होंने वो बाहर कर दिया है. He has made it public. और कांग्रेस पार्टी अंबेडकर जी का जीवितावधि में, डॉक्टर बाबा साहेब अंबेडकर जी का लाइफ टाइम में जीवितावधि में भयंकर इन लोगों ने अंबेडकर का, डॉक्टर बाबा साहेब अंबेडकर जी का अपमान किया है. ജിഷ്ണു ചേരുന്ന വിവരങ്ങളുമായി. ജിഷ്ണു, എന്താണ് ഈ വിഷയത്തിൽ BJPയുടെ നിലപാട്? വീണ, കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിന്റെ പ്രസ്താവനയിലൂടെ കോൺഗ്രസിന്റെ മനസ്സിലിരിപ്പാണ് പുറത്തു വന്നതെന്നും കോൺഗ്രസ് നേതാക്കളുമെല്ലാം തന്നെ ഭരണഘടനാ ശില്പികളെ, ഡോക്ടർ BR അംബേദ്കർ ഉൾപ്പെടെയുള്ള ഭരണഘടനാ ശില്പികളെ അപമാനിക്കുകയാണ് എന്നാണ് BJP നേതാക്കൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചിട്ടുള്ളത്. കോൺഗ്രസ് നേതാക്കളുടെ ഈ പ്രതികരണം തീർത്തും ഭരണഘടനാ വിരുദ്ധവും ഭരണഘടനയ്ക്ക് രൂപം നൽകിയിട്ടുള്ള മഹാത്മാക്കളെ അപമാനിക്കുന്നതിനും തുല്യമാണ് എന്നാണ് പ്രഹ്ലാദ് ജോഷി പ്രതികരിച്ചിട്ടുള്ളത്. കർണാടകയിൽ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് സംവരണം നൽകുന്നതിന്, പ്രത്യേകിച്ച് മുസ്ലിമുകൾക്ക് സംവരണം നൽകുന്നതിന് ഭരണഘടനയിൽ മാറ്റം വരുത്തണമെങ്കിൽ അത് ചെയ്യണം എന്നുള്ളതായിരുന്നു കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ ചാനൽ പരിപാടിയിൽ സംസാരിക്കവേ വ്യക്തമാക്കിയത്. അതിനെതിരെ രൂക്ഷമായ വിമർശനം കർണാടകയിലും ഒപ്പം BJPയുടെ ഭാഗത്തുനിന്നുമെല്ലാം ഉയർന്ന സാഹചര്യത്തിൽ, അത്തരത്തിലൊരു പശ്ചാത്തലത്തിൽ താൻ അങ്ങനെ ഭരണഘടനയിൽ മാറ്റം വരുത്താൻ ആഹ്വാനം ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിട്ടില്ല എന്ന
പ്രതികരണം നടത്തിക്കൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ DK ശിവകുമാർ ശ്രമിച്ചുവെങ്കിൽ പോലും അത് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു വീഡിയോ ക്ലിപ്പാണ്. കൃത്യമായി തന്നെ പറയുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് സംവരണം നൽകുന്നതിന്, പ്രത്യേകിച്ച് മുസ്ലിമുകൾക്ക് സംവരണം നൽകുന്നതിന് ഭരണഘടനയിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്ന പ്രതികരണമായിരുന്നു കർണാടക ഉപമുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള DK ശിവകുമാർ നടത്തിയിട്ടുള്ളത്. കൂടാതെ കർണാടകയിൽ DK ശിവകുമാറും സിദ്ധരാമയ്യയും അടങ്ങുന്ന സർക്കാർ വളരെ കൃത്യമായി ഈ മുസ്ലിമുകൾക്ക് സംവരണം നൽകുന്നതിനും ഒപ്പം സർക്കാർ കരാറുകളിൽ 4% മുസ്ലിമുകൾക്ക് സംവരണം നൽകാം എന്നുള്ള പ്രഖ്യാപനം ബജറ്റിൽ നടത്തിയിരുന്നു. അത്തരത്തിൽ പ്രഖ്യാപനങ്ങൾ നടത്തുകയും നടപടികൾ ഉണ്ടാവുകയും ചെയ്തതിന് പിറകെയാണ് മുസ്ലിമുകൾക്ക്, ന്യൂനപക്ഷങ്ങൾക്ക് സംവരണം നൽകണമെങ്കിൽ ഭരണഘടനയിൽ മാറ്റം വരുത്താമെന്ന പ്രസ്താവന ഉപമുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. നിലവിൽ BJP നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് BR അംബേദ്കർ ഉൾപ്പെടെ ഭരണഘടനാ ശില്പികളെ അപമാനിക്കുന്നതും ഭരണഘടനാ വിരുദ്ധവുമാണ് കോൺഗ്രസിന്റെ പ്രസ്താവന എന്നുള്ളതാണ്. കാരണം BR അംബേദ്കർ ഉൾപ്പെടെയുള്ളവർ നേരത്തെ ഈ ഭരണഘടനാ രൂപീകരണ വേളയിലും അല്ലാതെയും മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സംവരണത്തെ അതിശക്തമായി എതിർക്കുന്ന നിലപാട് സ്വീകരിച്ചവരാണ്. വീണ. ഓക്കെ, ശരി ജിഷ്ണു. മുസ്ലിം സംവരണത്തിനായി ഭരണഘടന ഭേദഗതി ചെയ്യുമെന്ന കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിന്റെ പ്രസ്താവനയിൽ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ മനംമാറ്റം. നാഗ്പൂർ കലാപത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഫാഹിം ഖാന്റെ വീട് ഇടിച്ചു നിരത്തി. ഇരുനില വീടാണ് ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തിയത്. കലാപകാരികൾക്കെതിരെ കടുത്ത നടപടിയെടുക്കുമെന്ന മുഖ്യമന്ത്രി ഫട്നാവിസിന്റെ മുന്നറിയിപ്പിന് പിന്നാലെയാണ് നടപടി. നാഗ്പൂർ സംഘർഷ കേസിൽ അറസ്റ്റിലായ മൈനോറിറ്റി ഡെമോക്രാറ്റിക് പാർട്ടി നേതാവ് വഹീം ഖാന്റെ 2 നില വീടാണ് ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തിയത്. അനധികൃതമായി വെച്ച ആഡംബര വീട് നാഗ്പൂർ കോർപ്പറേഷൻ പൊളിച്ചു നീക്കുകയായിരുന്നു. കലാപകാരികൾക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഫട്നാവിസ് നേരത്തെ പറഞ്ഞിരുന്നു. പൊതുസ്വത്ത് നശിപ്പിച്ചതിനുള്ള നഷ്ടപരിഹാരം അക്രമികളിൽ നിന്ന് ഈടാക്കുമെന്നും ഫട്നാവിസ് മുന്നറിയിപ്പ് നൽകി. ഇതിന് പിന്നാലെയാണ് വഹീം ഖാന്റെ വീട് പൊളിച്ചത്. ഇയാളെ മാർച്ച് 19-ന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഔറംഗസേബിന്റെ ശവകുടീരം പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് ബജ്രംഗ് ദൾ നടത്തിയ പ്രകടനത്തിൽ ഖുർആൻ കത്തിച്ചുവെന്ന വ്യാജ പ്രചരണത്തെ തുടർന്നാണ് നാഗ്പൂരിൽ സംഘർഷം രൂപപ്പെട്ടത്. ജനം, ഡൽഹി. തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥ മേഘ മധുവിന്റെ മരണകാരണം അറിയാൻ സൈബർ സെല്ലിന്റെ സഹായം തേടി പോലീസ്. മേഘയുടെ കോൾ വിവരങ്ങളും ഡേറ്റ റിക്കവറിയും കഴിഞ്ഞാലേ ആത്മഹത്യയുടെ കാരണം വ്യക്തമാകുമെന്ന് പോലീസ് പറഞ്ഞു. മേഘ ട്രെയിനിന് മുന്നിലേക്ക് എടുത്തു ചാടുകയായിരുന്നുവെന്ന് ലോക്കോ പൈലറ്റ് മൊഴി നൽകി. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥയായ മേഘ മധുവിനെ കഴിഞ്ഞ ദിവസമാണ് റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മേഘ മധുവിന്റെ മരണത്തിലെ ദുരൂഹതകൾ കണ്ടെത്തുന്നതിന്റെ ഭാഗമായാണ് പോലീസിന്റെ നടപടി. ഇതിനായി പോലീസ് സൈബർ സെല്ലിന്റെ സഹായം തേടി. മേഘയുടെ കോൾ വിവരങ്ങളും ഡാറ്റ റിക്കവറിയും പരിശോധിക്കും. കൂടാതെ സാമൂഹ്യ മാധ്യമ ഇടപെടലുകളും പോലീസ് പരിശോധിക്കും. മേഘയുടെ മരണത്തിൽ കുടുംബം ആശങ്ക രേഖപ്പെടുത്തിയ സാഹചര്യത്തിലാണ് പോലീസ് സൈബർ സെല്ലിന്റെ സഹായം തേടിക്കൊണ്ട് അന്വേഷണത്തിലേക്ക് നീങ്ങുന്നത്. അതേസമയം മേഘ ട്രെയിനിന് മുന്നിലേക്ക് എടുത്തു ചാടുകയായിരുന്നുവെന്ന് ലോക്കോ പൈലറ്റ് മൊഴി നൽകി. ട്രെയിനിന് മുന്നിലേക്ക് ചാടുന്നത് കണ്ടെന്ന മറ്റൊരു ദൃക്സാക്ഷിയും മൊഴി നൽകി. പൂനെ കന്യാകുമാരി ട്രെയിനിന് മുന്നിലേക്കാണ് മേഘ ചാടി ആത്മഹത്യ ചെയ്തത്. കഴിഞ്ഞ ദിവസം 9:30-ഓടെയാണ് തിരുവനന്തപുരത്ത് ചാക്കയ്ക്ക് സമീപം റെയിൽവേ ട്രാക്കിൽ മേഘ മധുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2 ഭാഗങ്ങളായി വേർപെട്ട നിലയിലായിരുന്നു മൃതദേഹം. പത്തനംതിട്ട സ്വദേശിയായ മേഘ മധു തിരുവനന്തപുരം വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥയായിരുന്നു. 1 വർഷം മുമ്പാണ് വിമാനത്താവളത്തിൽ എമിഗ്രേഷൻ വിഭാഗത്തിൽ ജോലിയിൽ പ്രവേശിച്ചത്. ജനം, തിരുവനന്തപുരം. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥ മേഘയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം. വിശദമായ അന്വേഷണം വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. മേഘയുടെ സംസ്കാരം അതിരുങ്കലിലെ വീട്ടുവളപ്പിൽ നടത്തി. മേഘയ്ക്ക് കുടുംബവുമായി നിരന്തര സമ്പർക്കമുണ്ട്. മറ്റു പ്രശ്നങ്ങൾ ഉള്ളതായി അറിയില്ല. ദുരൂഹത സംശയിക്കുന്നുണ്ടെന്നും സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും ബന്ധു ആവശ്യപ്പെടുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി IBക്കും പേട്ട പോലീസിനും പരാതിയും നൽകിയിട്ടുണ്ട്. മേഘയുടെ മരണത്തിൽ ദുരൂഹതയുണ്ട്, അതിൻ്റെ അന്വേഷണം വേണം. ഇപ്പോൾ തന്നെ ഞങ്ങൾ IBക്കും പേട്ട സ്റ്റേഷനിലും പരാതി നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തുടർ നടപടി സ്വീകരിക്കും. ദുരൂഹത ഞങ്ങൾ കാണുന്നുണ്ട്, അത് അന്വേഷണത്തിലൂടെ വ്യക്തമാകും. റിട്ടയർഡ് ഗവൺമെന്റ് IT പ്രിൻസിപ്പൽ മധുസൂദനന്റെ പാലക്കാട് കളക്ടറേറ്റ് ജീവനക്കാരി നിഷയുടെ ഏകമകളാണ് മേഘ. 1 വർഷം മുൻപാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മേഘ ജോലിയിൽ പ്രവേശിച്ചത്. 1 മാസം മുൻപ് മേഘ അവസാനമായി നാട്ടിലുമെത്തി. മൃതദേഹം വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ നിരവധി ആളുകൾ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. വീട്ടുവളപ്പിൽ സംസ്കാരം നടത്തി. ജനം, പത്തനംതിട്ട. വികസിത ഭാരതം എന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനങ്ങളിൽ ഒന്നാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ.
രാഷ്ട്രീയം നല്ലതാണെന്നും എന്നാൽ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗപ്രദമാക്കണമെന്നും ഗവർണർ പറഞ്ഞു. യുവജനതയാണ് ഇതെല്ലാം നോക്കി ചെയ്യേണ്ടതെന്നും കാര്യവട്ടം സായി ലക്ഷ്മിഭായ് നാഷണൽ കോളേജിൽ അദ്ദേഹം പറഞ്ഞു. Politics has become a very bad word, isn't it? We know politics, okay, I am away from this. Why so? Because the politicians have made this. Politicians have made this very particular field very spoiled one. But that has to be changed. Politics is not a bad field. Politics is a good field. But you have to have good intentions within yourself. ഏറ്റുമാനൂരിലെ ഷൈനിയുടെയും 2 പെൺമക്കളുടെയും മരണം ഭർത്താവ് നോബിയുടെ ക്രൂരമായ മാനസിക പീഡനം കാരണമെന്ന് പോലീസ്. ഷൈനി മരിക്കുന്നതിന് തലേന്ന് നോബി വാട്സപ്പ് കോളിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും ജില്ലാ സെഷൻസ് കോടതിയിൽ പോലീസ് റിപ്പോർട്ട് നൽകി. അതേസമയം നോബിയുടെയും ഷൈനിയുടെയും ഫോണുകളുടെ പരിശോധനാ ഫലം കാത്തിരിക്കുകയാണ് പോലീസ്. മുന്നിൽ ചാടിയാണ് ഷൈനിയും 2 പെൺമക്കളും ജീവനൊടുക്കിയത്. ഷൈനി മരിക്കുന്നതിന് തലേന്ന് ഭർത്താവ് നോബി ഫോണിൽ വിളിച്ച് ഷൈനിയെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാക്കി. രാത്രി 10:30 നോബി വാട്സപ്പിൽ വിളിച്ചത്. ഇനി താൻ നാട്ടിലേക്ക് വരണമെങ്കിൽ നീയും 2 മക്കളും ചാകണമെന്നും തന്നെ ദ്രോഹിക്കാതെ നിനക്കും മക്കൾക്കും പോയി ചത്തുകൂടെയെന്നും നോബി ചോദിച്ചു. കൂട്ടാത്മഹത്യയിലേക്ക് നയിച്ചത് ഈ ഫോൺ വിളിയാണെന്ന് പോലീസ് ജില്ലാ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. പുലർച്ചെ ഷൈനിയും മക്കളും റെയിൽവേ പാളത്തിൽ ജീവനൊടുക്കി. നോബിയുടെയും ഷൈനിയുടെയും ഫോണുകളുടെ ശാസ്ത്രീയ പരിശോധന ഫലം കാത്തിരിക്കുകയാണ് പോലീസ്. കേസന്വേഷണം പ്രാരംഭഘട്ടത്തിലാണെന്നും പോലീസ് കോടതിയെ അറിയിച്ചു. നോബിക്കെതിരെ 2024 ഷൈനി തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ ഗാർഹിക പീഡന പരാതി നൽകിയിട്ടുണ്ട്. ഈ കേസിൽ നോബിയുടെ അമ്മയും പ്രതിയാണ്. ജോലി കിട്ടാത്തതിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലും ഷൈനി അതീവ ദുഃഖിതയായിരുന്നു. വിവാഹമോചന കേസ് നീണ്ടുപോകുന്നതും അലട്ടിയിരുന്നു. കുടുംബ കോടതിയിൽ ഹാജരാകാതെ നോബി കേസ് നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. നോബിക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിട്ടുണ്ട് പോലീസ്. ജനം, കോട്ടയം. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് പറയുമ്പോഴും കേസിലെ പ്രതിയായ ടി.കെ. രജീഷിനായി ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് CPM. മുഴപ്പിലങ്ങാട് സൂരജ് വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട രജീഷ് അടക്കമുള്ള പ്രതികൾക്കായാണ് CPM മേൽക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. ടി.പി. ചന്ദ്രശേഖരനെ വെട്ടിക്കൊലപ്പെടുത്തിയത് തങ്ങളല്ലെന്നായിരുന്നു CPMന്റെ ആദ്യവാദം. എന്നാൽ പിടിയിലായ കൊലയാളികൾക്ക് CPMുമായുള്ള ബന്ധം പകൽ പോലെ വ്യക്തമാവുകയും ചെയ്തു. കൊലയാളി സംഘത്തിലെ പ്രധാനിയായിരുന്നു ടി.കെ. രജീഷ്. എന്നാൽ അന്ന് തള്ളിപ്പറഞ്ഞ അതേ ക്രിമിനലിനായി മറ്റൊരു കേസിൽ CPM മേൽക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. മുഴപ്പിലങ്ങാട്ടെ BJP പ്രവർത്തകൻ എളമ്പിലായി സൂരജിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ 2ാം പ്രതിയാണ് രജീഷ്. ഈ കേസിൽ കോടതി ശിക്ഷിച്ച രജീഷ് ഉൾപ്പെടെ മുഴുവൻ പ്രതികൾക്ക് വേണ്ടിയും മേൽക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് CPM. അതെല്ലാം പിന്നീട് പ്രതികളാക്കപ്പെട്ടതാണ്. അതൊന്നും ഞങ്ങളുടെ മുമ്പിൽ വിഷയമല്ല. ഈ സംഭവത്തിൽ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടവർ കോടതിയുടെ മുമ്പാകെ വന്ന വസ്തുതകളോ തെളിവുകളോ അടിസ്ഥാനത്തിൽ ശിക്ഷിക്കപ്പെട്ടതാണെങ്കിലും അവരുടെ നിരപരാധിത്വം തെളിയിക്കാൻ ഏത് നിയമ സംവിധാനത്തിന് മുമ്പാകെയും അപ്പീലായി സമർപ്പിക്കും. TP കേസിൽ തള്ളിപ്പറഞ്ഞ ടി.കെ. രജീഷിനെ സൂരജ് വധക്കേസിൽ CPM ചേർത്ത് പിടിക്കുന്നു. ഇതോടെ പാർട്ടിക്ക് വേണ്ടി തന്നെയാണ് കൊല നടത്തിയതെന്ന് പകൽ പോലെ വ്യക്തമാവുകയാണ്. മാത്രമല്ല സൂരജ് വധക്കേസിലും നേതൃത്വത്തിന് പങ്കുണ്ടെന്ന സൂചന തന്നെയാണ് പാർട്ടിയുടെ ഈ ഇടപെടൽ നൽകുന്നത്. ജനം, കണ്ണൂർ. പാലക്കാട് ആശാ വർക്കർമാർക്ക് CPM ഭീഷണി. പേരുമ്പളം മുല്ലേരി LC അംഗം രമണിയാണ് ഭീഷണി മുഴക്കിയത്. സമരത്തിൽ പങ്കെടുത്താൽ ആശാ വർക്കറായി പിന്നെ പ്രവർത്തിപ്പിക്കില്ലെന്നാണ് ഭീഷണി. മന്ത്രിതലത്തിൽ തന്നെ ഇടപെട്ട് ആശാ വർക്കർമാരിൽ നിന്നും ഒഴിവാക്കും. ആശാസമരം രാഷ്ട്രീയ കളി ആണ് എന്നുമാണ് ശബ്ദ സന്ദേശത്തിലുള്ളത്. നമ്മുടെ എല്ലാ പഞ്ചായത്തിന്റെയും എനിക്കൊരു പ്രത്യേക ശ്രദ്ധയ്ക്ക് കണ്ണാടി ആരെയും പോകുന്നുണ്ട് പറയേണ്ടത്. എന്താണ് കണ്ണാടി പഞ്ചായത്തിലെ ഏരിയ കമ്മിറ്റി അംഗങ്ങളുണ്ട്. ആരെങ്കിലും പോയി എന്നറിഞ്ഞ ഒരാശ പോലും ഇവിടുന്ന് പോയി എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിതിൻ ഏരിയ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് ആ പോയ പോലെ ഉണ്ടാവുള്ളൂ, പിന്നെ ആ ആശയിൽ തുടരില്ല എന്നാണ്. എന്തായാലും ഉറപ്പന്നെ എന്ത് തന്നെയാണെങ്കിലും ശരി, ആരെങ്കിലും അങ്ങനെ പോകണ ഉദ്ദേശം ഉണ്ടെങ്കിൽ അവരുടെ പേരും ഫോൺ നമ്പറും തരിക. ഇപ്പൊ തന്നെ LC മെമ്പർമാരിനെയും പഞ്ചായത്ത് പ്രസിഡന്റിനെയും അറിയിച്ചിട്ട് അവരിന് എന്തായാലും ഏരിയ സെക്രട്ടറി നിതിൻ
ഇതിനെ അറിയിക്കാൻ പറ്റുന്നുണ്ട്. ആ മന്ത്രിതലത്തിൽ തന്നെ ഞങ്ങളത് ഒഴിവാക്കുന്നതാണ്. ആരാണ് പറഞ്ഞു കഴിഞ്ഞാൽ പോവാൻ തയ്യാറായി എന്നുള്ളത് ഒരു കണ്ണാടി പഞ്ചായത്തിൽ നിന്ന് ഒരു അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. അതാരാ പോണ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറിയിപ്പ് കൊടുത്തോളി, നിങ്ങൾ തുടരില്ല എന്നുള്ളത്. അത് BJPന്റെയും കോൺഗ്രസിന്റെയും ഒരു രാഷ്ട്രീയ കളിയാണ്. ആ കളിയിൽ നിങ്ങൾ ആരെങ്കിലും വീണ് പോയിട്ടുണ്ടെങ്കിൽ ആ പോയ പോലെ തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ തിരിച്ച് ആശയിൽ ഉണ്ടാകില്ല. ഒന്നും കൂടി ഓർമ്മിക്കുകയാണ്. ശതകോടികളുടെ ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് നടത്തിയതിന് വർക്കലയിൽ പിടിയിലായ അന്താരാഷ്ട്ര കുറ്റവാളി അലക്സേജ് ബെസിക്കോവിന് ഭീകര സംഘടനകളുമായും ബന്ധം. സൈബർ കുറ്റവാളികൾ മുതൽ ഭീകര സംഘടനകളുടെ വരെ പണമാണ് ബെസിക്കോവ് കൈകാര്യം ചെയ്തിരുന്നത്. അടുത്ത കാലത്തുണ്ടായ മിക്ക സൈബർ ആക്രമണങ്ങളിലും അലക്സേജിന് പങ്കുണ്ടെന്നും വിവരം. ഇന്റർപോൾ വിവരം നൽകിയതനുസരിച്ചാണ് ലിത്വാനിയൻ പൗരനായ അലക്സേജിനെ വർക്കലയിൽ നിന്ന് പിടികൂടിയത്. വർക്കലിൽ നിന്നും അറസ്റ്റിലായ രാജ്യാന്തര ക്രിപ്റ്റോ കറൻസി കുറ്റവാളി അലക്സേജ് ബെസിക്കോവിനെ കുറിച്ച് പുറത്തുവരുന്നതെല്ലാം ഞെട്ടിക്കുന്ന വിവരങ്ങൾ. ലഹരിക്കടത്ത്, കുട്ടികളുടെ അശ്ലീല പ്രചാരണം, സൈബർ കുറ്റകൃത്യങ്ങൾ മുതൽ ഭീകരപ്രവർത്തനം വരെയുള്ളവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘങ്ങളുടെ പണം അലക്സേജിന്റെ ഗ്യാരൻഡെക്സ് എന്ന സ്ഥാപനത്തിലേക്ക് എത്തിയെന്നാണ് കണ്ടെത്തൽ. അടുത്ത കാലത്ത് ലോകത്തിന്റെ മിക്ക ഭാഗങ്ങളിലുമുണ്ടായ സൈബർ ആക്രമണങ്ങളിൽ അലക്സേജിന് പങ്കുണ്ടെന്നാണ് അന്വേഷണ ഏജൻസികൾ പറയുന്നത്. സൈബർ കുറ്റകൃത്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ബ്ലാക്ക് ബസ്റ്റ, കൗണ്ടി റാൻസംവെയർ ഗ്രൂപ്പ്, പ്ലേ ഗ്രൂപ്പ് തുടങ്ങിയ സംഘങ്ങൾക്ക് സുരക്ഷിതമായി പണം നിക്ഷേപിക്കാനും അലക്സേജ് അവസരമൊരുക്കി നൽകി. കൈകാര്യം ചെയ്ത കോടാനുകോടികൾക്ക് പിന്നിലെ സൈബർ കുറ്റകൃത്യങ്ങളുടെ വലിപ്പം തന്നെയാണ് അലക്സേജിന്റെ അറസ്റ്റ് നിർണായകമാക്കുന്നത്. വർക്കല കുരക്കണ്ണിയിലെ ഹോം സ്റ്റേയിൽ നിന്നുമാണ് ലിത്വാനിയൻ സ്വദേശിയായ അലക്സേജിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ജനം, തിരുവനന്തപുരം. ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് കരകയറാതെ സംസ്ഥാനം. ലഹരി മോചന കേന്ദ്രങ്ങളിൽ ദിനംപ്രതി ചികിത്സ തേടിയെത്തുന്നത് നിരവധി പേരാണ്. 2 മാസത്തിനിടെ മാത്രം 11,174 പേർ ചികിത്സ തേടി. അതേസമയം സംസ്ഥാനത്ത് ഒന്നിലധികം തവണ ലഹരി കേസുകളിൽ പിടിയിലാകുന്നവരുടെ എണ്ണവും വർദ്ധിക്കുന്നു. സംസ്ഥാനത്തെ ലഹരി വിമോചന കേന്ദ്രങ്ങളിലെല്ലാം മുൻപതിവില്ലാത്തത്ര തിരക്കാണെന്നാണ് ലഭിക്കുന്ന വിവരം. പ്രതിദിനം ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധനവാണ് ഇതിന് കാരണം. ഡി അഡിക്ഷൻ സെന്ററുകളിലെല്ലാം ചികിത്സ തേടിയെത്തുന്നതിൽ പ്രായപൂർത്തിയാക്കാത്ത കുട്ടികൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നത് ഞെട്ടിപ്പിക്കുന്നു. കഴിഞ്ഞ 2 മാസത്തിനിടയിൽ 11,174 പേർ ചികിത്സ തേടിയെത്തിയതായാണ് വിവരം. ഇതിൽ 588 പേർ പ്രായപൂർത്തിയാക്കാത്തവരാണ്. കൗമാരക്കാരിലെ ലഹരി ഉപയോഗത്തിന്റെ വളർച്ച മുൻപത്തേക്കാൾ കൂടുതലാണ്. 2022 1238 പേരാണ് ചികിത്സ തേടിയെത്തിയതെങ്കിൽ 2024 ആകുമ്പോൾ അത് 2885 ഉയർന്നിട്ടുണ്ട്. ലഹരി ഉപയോഗം തടയുവാനായി ഡീഹണ്ട് അടക്കമുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും കൗമാരക്കാരിലേക്ക് ലഹരിയുടെ ഒഴുക്ക് അനിയന്ത്രിതമായി നടക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഈ കണക്കുകൾ. കൂടാതെ സംസ്ഥാനത്ത് ഒന്നിലധികം തവണ ലഹരി കേസുകളിൽ പിടിയിലായവർ 497 പേരാണെന്നും എക്സൈസിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇതിൽ 242 പേർ 5ലധികം കേസുകളിൽ പ്രതികളാണ്. 1ലേറെ കേസുകളിൽ പ്രതികളായി 11 സ്ത്രീകളും ഉൾപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പേർ പ്രതികളായത് കൊല്ലം ജില്ലയിലാണ്. 74 പേരാണ് ഇവിടെ പിടിയിലായത്. 2ാം സ്ഥാനം കോട്ടയത്തിനാണ്. ഇവിടെ 69 പേരും പിടിയിലായി. ജനം, തിരുവനന്തപുരം. കൊച്ചിയിൽ ലഹരി മാഫിയയുടെ വിളയാട്ടം തുടർക്കഥയാകുന്നു. പോലീസ് എക്സൈസ് പരിശോധനകൾ ശക്തമാകുമ്പോഴും ലഹരി സംഘങ്ങൾ ഭീഷണിയും ആക്രമണവും തുടരുകയാണ്. ലഹരി ഉപയോഗവും വിൽപ്പനയും പോലീസിൽ അറിയിച്ചതിന് വൈപ്പിനിൽ 66കാരനെയും മക്കളെയും വീട്ടിൽ കയറി ആക്രമിച്ചിരുന്നു. മയക്കുമരുന്ന് സംഘങ്ങളും മദ്യപ സംഘങ്ങളും ഒരുപോലെ അഴിഞ്ഞാടുകയാണ്. യുവാക്കളുടെ സംഘങ്ങളാണ് ഒഴിഞ്ഞ പറമ്പുകളിലും ആൾതാമസമില്ലാതെ ശ്രദ്ധിക്കാതെ കാടുപിടിച്ചിരിക്കുന്ന കെട്ടിടങ്ങളും ലഹരി ഇടപാടുകളുടെ കേന്ദ്രങ്ങളാക്കുന്നത്. ഇത് ചോദ്യം ചെയ്യുന്നവരെയും പോലീസിന് വിവരങ്ങൾ കൈമാറുന്നവരെയും ഭീഷണിപ്പെടുത്തിയും ആക്രമിച്ചും ഒതുക്കുകയാണ്. കൊച്ചി നഗരത്തിലും സമീപ ഭാഗങ്ങളിലും പോലീസ് പട്രോളിങ്ങും കോമ്പിംഗ് ഓപ്പറേഷനുകളും നടക്കുന്നുണ്ടെങ്കിലും ലഹരിയിലുള്ള സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളും ഗുണ്ടാ വിളയാട്ടങ്ങളും പൂർണ്ണമായും തടയാനാകുന്നില്ല. ഇന്നലെ വൈപ്പിൻ മില്ലുവഴിയിൽ 66കാരനായ ഉണ്ണികൃഷ്ണനെയും മകനെയും വീടുകയറി ആക്രമിച്ചതും ലഹരി ഇടപാടുകൾ ചോദ്യം ചെയ്തതിനാണ്. വീണ്ടും ലഹരി സംഘം ആക്രമിച്ചേക്കുമെന്ന ഭീതിയിലാണ് കഴിയുന്നതെന്ന് മറ്റൊരു മകൻ രാഹുൽ പറഞ്ഞു. ഇവര് സ്ഥിരം പണ്ടാക്കറ്റാണ്. ഒരിക്കലും കൂടെ വേറെ ഒട്ടുമിക്ക കുറെ പേരുണ്ട്. ഇവര് വിൽപ്പനയുണ്ട്. ഇവര് കണ്ടെയ്നർ റോഡ് വഴിയാണ് സാധനങ്ങൾ പച്ചക്കറി വണ്ടിയിലാണ് കൊണ്ടുവരുന്നത്. പിന്നെയും ഇവര് ഭീഷണി ഉണ്ടാവില്ല. നമ്മുടെ ജീവൻ ഇപ്പോഴും ആപത്താണ്. ഇവര് ഏത് നിമിഷം നമ്മളെ എന്ത് ചെയ്യാന്നുള്ളത്. ഇപ്പൊ ഇതിന്റെ വാശിപ്പുറത്ത് ചിലപ്പോൾ ഇന്ന് രാത്രി വന്നേക്കാന്നും നമുക്ക് അത്രക്ക് പേടിയുണ്ട്. നമ്മുടെ ജീവനിൽ പേടിയുണ്ട് ഇപ്പോഴും. കൊച്ചി മുളവുകാട് സ്ത്രീക്ക് നേരെയും കഴിഞ്ഞ ദിവസം ലഹരി സംഘത്തിന്റെ ആക്രമണം നടന്നിരുന്നു. വീടിന് മുന്നിൽ സംഘടിച്ച് ലഹരി ഉപയോഗിക്കുന്നത് ചോദ്യം ചെയ്താലും സാമൂഹ്യ വിരുദ്ധ ശല്യം പോലീസിൽ അറിയിച്ചാലുമെല്ലാം മിനിറ്റുകൾക്കുള്ളിൽ സംഘടിച്ചെത്തി ആക്രമിക്കുകയാണ് പതിവ്. ജനം, കൊച്ചി. പാലക്കാട് വടക്കഞ്ചേരിയിൽ ലഹരി ഇടപാട് സംഘത്തെ പിടികൂടാൻ ശ്രമിച്ച പോലീസുകാരനെ കൊലപ്പെടുത്താൻ ശ്രമം. വടക്കഞ്ചേരി ASI ഉവൈസിനെയാണ് കാറടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. സംഭവത്തിന് പിന്നിൽ കല്ലിങ്കൽപ്പാടം സ്വദേശിയായ ലഹരി ഇടപാടുകാരനാണെന്നാണ് സംശയം.
ലഹരി ഇടപാട് നടത്തി തിരികെ വരുമ്പോൾ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് പോലീസിനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. വൈസിന്റെ കാലിന് പരിക്കേറ്റിരുന്നു. മലപ്പുറം എടപ്പാളിൽ ലഹരി സംഘം യുവാവിനെ വടിവാൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചതായി പരാതി. സംഭവത്തിൽ പ്രായപൂർത്തിയാവാത്ത ഒരാൾ ഉൾപ്പെടെ പൊന്നാനി സ്വദേശികളായ 3 പേർ പിടിയിലായി. പൊന്നാനി സ്വദേശി മുബഷീർ, മുഹമ്മദ് യാസിർ, ഒരു 17 വയസ്സുകാരൻ എന്നിവരാണ് പിടിയിലായത്. യുവാവിന്റെ സഹപാഠിയായ പെൺകുട്ടിയുടെ നമ്പർ നൽകാത്തതാണ് പ്രകോപനത്തിന് കാരണം. കോഴിക്കോട്ട് കഞ്ചാവ് ഡീലർമാരെ പിടികൂടി. ഒഡീഷ സ്വദേശികളായ ബസുദേവ് മഹാപത്ര, രഞ്ജൻ മാലിക് എന്നിവരാണ് പിടിയിലായത്. വിൽപ്പനയ്ക്കായി എത്തിച്ച 6 കിലോയിലധികം കഞ്ചാവ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. ആലപ്പുഴ കായംകുളത്ത് 23 ഗ്രാം MDMA-യുമായി 2 യുവാക്കൾ പിടിയിൽ. കരുനാഗപ്പള്ളി പോരുവഴി സ്വദേശി റീഗൽ രാജ്, മൈനാഗപ്പള്ളി സ്വദേശി ആകാശ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. കായംകുളം MSM കോളേജിന് പിന്നിൽ നിന്നാണ് ഇവർ പിടിയിലായത്. വിദ്യാർത്ഥികൾക്ക് ലഹരിമരുന്ന് കൈമാറാനാണ് ഇവർ എത്തിയതെന്നാണ് സംശയം. പുരുഷ കേസരികൾ അപ്സരസുകളായി മാറിയ രാത്രി. കൊല്ലം കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിലെ ചമയവിളക്ക് ഭക്തിസാന്ദ്രം. നെത്തിയിട്ട വിളക്കിന്റെ വെളിച്ചത്തിൽ അങ്കനമാരെ വെല്ലുന്ന അങ്കലാവണ്യത്തോടെ പുരുഷന്മാർ ദേവിയെ തൊഴുതു. ലാസ്യ ശൃംഗാര രസങ്ങൾ കൺകോണുകളിൽ ഒളിപ്പിച്ച് സ്ത്രീവേഷമണിഞ്ഞ് ചമയവിളക്കെടുക്കുന്ന പുരുഷന്മാർ. വർഷം തോറും മലയാള മാസം മീനം 10-നും 11-നും കൊറ്റംകുളങ്ങരയിൽ നടക്കുന്ന ചമയവിളക്ക് ലിംഗസമത്വത്തിൻ്റെ പൗരാണികമായ ഹൈന്ദവ മാതൃക കൂടിയാണ്. അഭീഷ്ടകാര്യസിദ്ധിക്കായാണ് പുരുഷന്മാർ വ്രതം നോറ്റ് സ്ത്രീവേഷത്തിൽ ദേവീപ്രീതിക്കായി വിളക്കെടുക്കുന്നത്. ആൺമക്കളെ പെൺകുട്ടികളാക്കിയും ഭർത്താക്കന്മാരെ യുവതികളാക്കിയും വിളക്കെടുപ്പിക്കുന്നവരുണ്ട്. മക്കളെ ഒരുക്കി അമ്മമാരും അവരോടൊപ്പമുണ്ടാകും. എൻ്റെ പേര് രോഹിത്. ഞാനിപ്പം 3ാമത്തെ വർഷമാണ് വിളക്കെടുക്കുന്നത്. ആദ്യം എടുത്തപ്പോൾ ചെറിയൊരു നാണമൊക്കെ ആയിരുന്നു പെൺവേഷം കെട്ടാൻ. പിന്നെ ഇപ്പം 2 വർഷമൊക്കെ എടുത്ത് തുടങ്ങിയപ്പോൾ മാറി. കഴിഞ്ഞ വർഷം എടുക്കാൻ പറ്റിയില്ല. ഇപ്പം പരീക്ഷ സമയമായതുകൊണ്ട് നാളെ പരീക്ഷ. എന്നിട്ട് പിന്നെ വന്നതായിരുന്നു. അച്ഛനും അമ്മയൊക്കെ കൂടെ അമ്മയാണ് ഒരുക്കുന്നത്. 2ാമത്തെ വർഷം എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഇനി എടുക്കണമെന്നുള്ളൊരു ഇതായി. ഇപ്പം 3ാമത്തെ വർഷമാണ് എടുക്കുന്നത്. ഇപ്പം അയാൾക്ക് ഈ ഒരു ദിവസത്തിന് വേണ്ടി അയാൾ വെയിറ്റ് ചെയ്തിരുന്നാണ് ഈ ഒരു വിളക്കെടുക്കുന്നത്. ഇവിടെ അടുത്ത് നിന്ന് ഒരു മേക്കപ്പ് സ്റ്റുഡിയോയിൽ നിന്നാണ് നമ്മളിവിടെ മേക്കപ്പ് ഒക്കെ ചെയ്തത്. അപ്പം എല്ലാത്തിൻ്റെ ഒരു ഫസ്റ്റ് ടൈം ഇത് ആഘോഷിക്കാൻ പറ്റിയതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. ഞങ്ങൾ കഴിഞ്ഞ വർഷം വന്ന് വിളക്ക് കണ്ടപ്പം ഇഷ്ടപ്പെട്ട് എക്സൈറ്റഡ് ആയി. പിന്നെ മോനെ കൊണ്ട് എടുപ്പിക്കണമെന്ന് തോന്നി. അപ്പോൾ പിന്നെ മോനെയും കൊണ്ട് എടുപ്പിച്ച്. പിന്നെ നമുക്കൊരു വിശ്വാസം ഉണ്ടല്ലോ, അത് സഫലമാകാൻ വേണ്ടിയിട്ട്, അതിനൊരു ജോലിയാവാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രാർത്ഥനയാണ്. അയാളും പൂർണ്ണ മനസ്സോടുകൂടി പ്രാർത്ഥിച്ച് ചെയ്യണമെന്നാണ് ആഗ്രഹം. ചെറുതിൽ മുതൽ കൊണ്ടുവരുന്നത് അത് +2 വരെ ഞാൻ തന്നെ ഒരുക്കുന്നതും ഞാൻ തന്നെ കൊണ്ടുവരുന്നത്. ഇപ്പോഴാദ്യമായിട്ടാണ് പുറത്ത് ഒരുക്കിയത്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വിളക്കെടുക്കാനെത്തിയവർക്കും പുതിയൊരു അനുഭവമായിരുന്നു. My name is Shyam and I came from Hyderabad. So this is my first experience here coming to the temple. I was a bit worried about when I was starting over here, but I'm really blessed to be here. And I really wish to come every year over here. ചമയവിളക്കേന്തി ഓരോരുത്തരും ദേവിയെ തൊഴുതു പ്രദക്ഷിണം വെച്ചു. ആണ് പെണ്ണായി മാറുന്ന കൗതുക കാഴ്ച കാണാൻ ധാരാളം വിദേശികളും ഇവിടേക്ക് എത്തിയിരുന്നു. വീട്ടിൽ നിന്ന് വിളക്കെടുക്കാൻ ഒരുങ്ങി വരുന്നവരായിരുന്നു ആദ്യകാലത്ത് കൂടുതൽ. ഇപ്പോൾ ചമയമിടാൻ മേക്കപ്പ് മാൻമാരുണ്ട്. പുരുഷാംഗനമാരിലേറെയും സെറ്റുമുണ്ടും പട്ടുസാരിയും കേരള സാരിയും ഒക്കെ എടുത്ത് പരമ്പരാഗത വേഷത്തിലെത്തുന്നവരാണ്. ഈയിടെയായി ചുരിദാറും ആധുനിക വസ്ത്രങ്ങളും ധരിക്കുന്നവരുമുണ്ട്. ജനം, കൊല്ലം. കണ്ണൂർ പേരാവൂർ ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. 2 ഭണ്ഡാരങ്ങൾ തകർത്ത് പണം കവർന്നു. ഇന്നലെ രാത്രി 10:30-യോടെയാണ് സംഭവം. മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ ക്ഷേത്രത്തിലെ CCTV-യിൽ പതിഞ്ഞിട്ടുണ്ട്. പേരാവൂർ പോലീസ് അന്വേഷണം തുടങ്ങി. അമൃതഭാരതി വിദ്യാപീഠം കൊട്ടാരക്കരയിൽ മാതൃഭാഷാഭിമാന സദസ്സ് സംഘടിപ്പിച്ചു. സാംസ്കാരിക പ്രവർത്തകനും ഗ്രന്ഥകാരനുമായ തുളസി കോട്ടുകലിനെ ഭാരതി ആചാര്യ പുരസ്കാരം നൽകി ആദരിച്ചു. അമൃതഭാരതി വിദ്യാപീഠം സംസ്ഥാന പൊതുകാര്യദർശി KG ശ്രീകുമാർ, വിദ്യാഭ്യാസ പ്രവർത്തകനും അധ്യാപകനുമായ കലയപുരം വിഷ്ണു നമ്പൂതിരി, ബാലഗോകുലം സംസ്ഥാന ഖജാൻജി P അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. രാഷ്ട്രീയ സ്വയംസേവക സംഘം ശതാബ്ദി, ബാലഗോകുലം സുവർണ ജയന്തി എന്നിവയുടെ ഭാഗമായി കേരളത്തിലെ 100 താലൂക്കുകളിലാണ് അമൃതഭാരതി വിദ്യാപീഠം മാതൃഭാഷാഭിമാന സദസ്സുകൾ
സംഘടിപ്പിക്കുന്നത്. പരിപാടിയിൽ പങ്കെടുത്തവർ എൻ്റെ ഭാഷ എൻ്റെ ഒപ്പ് എൻ്റെ അഭിമാനം എന്ന പ്രചാരണ ബാനറിൽ മാതൃഭാഷയിൽ ഒപ്പ് രേഖപ്പെടുത്തുകയും ഭാഷാഭിമാന പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. പാലക്കാട് മലമ്പുഴ ഡാമിൽ മഹാശിലാനിർമ്മിതികൾ കണ്ടെത്തി. ഡാമിലെ ദ്വീപുകൾ പോലുള്ള കുന്നുകളിലാണ് ശിലാനിർമ്മിതികൾ കണ്ടെത്തിയത്. 45 ഹെക്ടർ സ്ഥലത്ത് 110 മഹാശിലാനിർമ്മിതികൾ ഉണ്ട് എന്നാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പറയുന്നത്. മലമ്പുഴ ഡാമിലെ ദ്വീപ് പോലുള്ള തുരുത്തുകളിൽ പുരാവസ്തു ഗവേഷകർ നടത്തിയ ഖനനത്തിലാണ് മഹാശില നിർമ്മിതികൾ കണ്ടെത്തിയത്. ഒറ്റ അറയുള്ളതും ഒന്നിലധികം അറകളുള്ളതുമായ കല്ലുകൊണ്ടുള്ള ശവകുടീരങ്ങളാണ് തുരുത്തുകളിൽ കാണുന്നത്. വലിയ ഗ്രാനൈറ്റ് ശിലകളും ചിലതിൽ ലാറ്ററൈറ്റ് കല്ലുകളും ഉപയോഗിച്ചിട്ടുണ്ട്. പ്രാചീന കല്ലറ വിഭാഗത്തിൽപ്പെട്ടവയാണ് ഇവ. കേരളത്തിലെ പ്രാചീന സമൂഹത്തെക്കുറിച്ചും അവരുടെ വിശ്വാസങ്ങളെക്കുറിച്ചുമെല്ലാം കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ശിലാനിർമ്മിതികളിലൂടെ സാധിക്കും എന്നാണ് ഗവേഷകർ കരുതുന്നത്. 45 ഹെക്ടർ സ്ഥലത്ത് 110ലധികം മഹാശില നിർമ്മിതികൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇരുമ്പ് യുഗത്തിലാണ് മെഗാലിത്തിക്കുകളുടെ നിർമ്മാണം എന്നാണ് കരുതുന്നത്. കേരളത്തിലെ ആദ്യകാല ഇരുമ്പ് യുഗ സമൂഹത്തെക്കുറിച്ചുള്ള കൂടുതൽ കണ്ടെത്തലുകൾക്ക് ഇവ സഹായിക്കുമെന്നാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ഗവേഷകർ പറയുന്നത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്. സ്ത്രീ സുരക്ഷയ്ക്കായി 50,000-ലധികം ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത. റോഡ്, പാലം, അടിസ്ഥാന സൗകര്യങ്ങൾക്കായി 3,843 കോടി രൂപ വകയിരുത്തി. ചേരികളിലും JJ കോളനികളിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി 696 കോടി രൂപ വകയിരുത്തിയെന്നും രേഖ ഗുപ്ത ഡൽഹി നിയമസഭയിൽ പറഞ്ഞു. ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വസതിയിൽ തീപിടിച്ച സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഫോണുകൾ സമർപ്പിച്ചു. രക്ഷാപ്രവർത്തനത്തിനെത്തിയ ആദ്യ 5 പോലീസ് ഉദ്യോഗസ്ഥരാണ് തങ്ങളുടെ ഫോണുകൾ പോലീസ് ആസ്ഥാനത്ത് സമർപ്പിച്ചത്. തീപിടുത്തത്തിനിടെ പണം കണ്ടെത്തിയെന്ന ആരോപണം ഉയർന്നതിനു പിന്നാലെ ചീഫ് ജസ്റ്റിസ് സജീവ് ഖന്ന രൂപീകരിച്ച 3-അംഗ സമിതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോണുകൾ പരിശോധിച്ച ശേഷം വിശദമായ അന്വേഷണം നടത്തുമെന്ന് സമിതി അറിയിച്ചു. മാർച്ച് 14 രാത്രിയാണ് യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ തീപിടുത്തമുണ്ടായത്. കോഴിക്കോട്ട് വന്ദേ ഭാരത് എക്സ്പ്രസിന് നേരെ കല്ലേറ്. സംഭവത്തിൽ ഒരാൾ പിടിയിലായി. ചന്ദ്രു എന്ന യുവാവിനെയാണ് RPF ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തത്. ഇയാൾ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുന്നതായും പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്നതായും RPF അറിയിച്ചു. തിക്കോടിക്കും നന്ദി ബസാറിനും ഇടയിൽ വെച്ചാണ് കല്ലേറുണ്ടായത്. കല്ലേറിൽ മുൻഭാഗത്തെയും പിൻഭാഗത്തെയും 2 ഗ്ലാസുകൾ തകർന്നു. ആർക്കും പരിക്കില്ല. ഇലന്തൂർ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതികൾക്കെതിരെ ഏപ്രിൽ 1 കോടതി കുറ്റം ചുമത്തും. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയാണ് കുറ്റം ചുമത്തുക. മുഹമ്മദ് ഷാഫി, ഭഗവത് സിംഗ്, ലൈല എന്നിവർക്കെതിരെയാണ് കുറ്റം ചുമത്തുക. പ്രതികളുടെ വിടുതൽ ഹർജിയിലും കോടതി അന്ന് തന്നെ വിധി പറയും. കോട്ടയം തിരുനക്കര ഉത്സവത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ കണ്ടാലറിയാവുന്ന 6 പേർക്കെതിരെ കോട്ടയം വെസ്റ്റ് പോലീസ് കേസെടുത്തു. കുത്തേറ്റ 3 പേരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. ഹരിശങ്കർ, അലോഷി, ആരോൺ എന്നിവർക്കാണ് കുത്തേറ്റത്. അതേസമയം വടിവാൾ വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. ലഹരി സംഘങ്ങൾ തമ്മിലാണ് ഏറ്റുമുട്ടലുണ്ടായതെന്ന് പോലീസ് പറഞ്ഞു.
ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് at 2 PM കാണാം. നമസ്തേ.